ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നുണ്ടോ? അതുപോലെ തന്നെ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് ജെർക്കിംഗ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ? ഇനി ഒരു വിധത്തിൽ എടുത്തു പോയി കഴിയുമ്പോൾ വാഹനത്തിൻ്റെ വേഗത നല്ല രീതിയിൽ കൂടുതലായിട്ട് പോകുന്നുണ്ട്. അതായത് വാഹനം നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ സ്മൂത്തായി വണ്ടി ഓഫാകാതെ ജെർക്കില്ലാതെ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഇപ്പോൾ വണ്ടി ഓടിച്ച് കാണിക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് കഴിയും. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം പ്രയോജനമില്ല, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എടുക്കാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രേക്കിൽ കാല് വരുന്നു. ക്ലച്ച് ചവിട്ടിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാഹനം സ്റ്റാർട്ടാക്കി ശേഷം നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു വാഹനം എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് എന്ന് പതുക്കെ കാലയച്ച് ഒപ്പം നമ്മൾ ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുക്കുമ്പോഴാണ് ഒരു വാഹനം നമുക്ക് മൂവ് ആക്കുന്നത്. എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വണ്ടി ഓഫ് ആകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. അതൊന്ന് പറയാം. ഒന്ന്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കണം. പല ആൾക്കാരും അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റൊക്കെ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും അവിടുന്ന് കാലയക്കുമ്പോഴാണ് പല ആൾക്കാർക്കും വാഹനം മുന്നോട്ട് ചാടി വണ്ടി നിന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അവസരങ്ങളിൽ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഒന്ന്, ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ അയച്ച് വളരെ ശ്രദ്ധയോടെ അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വീണ്ടും കാലയക്കുമ്പോൾ ഒറ്റയടിക്ക് എടുക്കരുത്. നിങ്ങൾ മിക്ക ആൾക്കാരും ഒറ്റയടിക്ക് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടും നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ടുണ്ടായിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾ പതിയെ കാലയക്കുന്നതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചെറുതായിട്ട് നിങ്ങൾ ആക്സിലറേറ്ററും കൂടെ കൊടുക്കുക. നമ്മൾ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നത് കൊണ്ട് മുന്നോട്ട് വാഹനത്തിന് മൂവ് ആകാനായിട്ടുള്ള ഒരു പവറും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഇച്ചിരി സ്ലോ ആയി പോയി എന്ന് കരുതിയാലും നമുക്ക് വാഹനത്തെ ഒന്നെടുക്കാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വെച്ചേക്കുന്നു. ഞാൻ ഇത് ക്ലച്ച് എന്ന പതിയെ കാലയച്ച് ഇപ്പോൾ ഏകദേശം വാഹനം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. ആക്സിലറേറ്റർ പെഡലേ കാല് വെക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആക്സിലറേറ്റർ പെഡലേ കാല് വെക്കുന്നു. ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുക്കുന്നു. ഇനി ആ ഒരു ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നും വളരെ ശ്രദ്ധാപൂർവം പതിയെ കാലയക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതുക്കെ ഞാൻ കാലയക്കുന്നു. ഒപ്പം ലൈറ്റായിട്ട് ഞാൻ ഇതേ ആക്സിലേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതുക്കെ ആക്സിലേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ വാഹനം മെല്ലെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് തുടങ്ങി. ആവറേജ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാല് പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇപ്പോൾ എനിക്ക് വാഹനം വളരെ സ്മൂത്തായിട്ട് ഇതേ ഇവിടെ എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു സ്ലോപ്പാണ്, സ്ലോപ്പിൽ എടുത്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ ഇത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. ഓക്കെ, ഇനി ആദ്യം ചെയ്യുന്നത്, ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കിടക്കുന്നത്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് എൻ്റെ കാല് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു. ഒപ്പം ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് അയച്ച് മാറ്റുകയാണ്. ആക്സിലേഷൻ പെഡലിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുന്നു. എൻ്റെ കാല് കൃത്യമായിട്ടും ഹാഫ് ക്ലച്ചിൻ്റെ ആ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ കാലയക്കുന്നത്. നിങ്ങൾ നോക്കുക, പതിയെ കാലയക്കുകയാണ്. ഒപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സെയിം ടൈമിൽ ആക്സിലേഷനും കൊടുത്ത് ക്ലച്ചിൽ നിന്ന് പതിയെ അയക്കുമ്പോൾ ഇതേ ഇവിടെ വണ്ടി നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മൂവ് ആക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പം നല്ല രീതിയിൽ വാഹനം സ്മൂത്തായിട്ട് എനിക്ക് മൂവ് ആക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓഫ് ആകാതെ ക്ലിയർ ആയിട്ട് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഹാഫ് ക്ലച്ചിൽ എത്തുന്നത് വളരെ ശ്രദ്ധാപൂർവം വരിക. ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് വീണ്ടും കാലയക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് തന്നെ കാലയക്കുക. അതിനോടൊപ്പം സെയിം ടൈമിൽ ആക്സിലേഷനും കൂടെ കൊടുക്കുക. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.